പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെയും ചികിത്സാ പിഴവ് ആരോപണമുയർന്നു. പ്ലാസ്റ്റർ ഇട്ട 14-കാരന്റെ കൈ വളഞ്ഞുപോയെന്നാണ് പരാതി. ആശുപത്രിയിൽ സൗകര്യങ്ങൾ കുറവാണെന്നും വർഷങ്ങൾക്ക് മുൻപ് ശസ്ത്രക്രിയ ചെയ്ത് തന്റെ കൈ വളഞ്ഞാണ് ഇരിക്കുന്നതെന്നുമായിരുന്നു സൂപ്രണ്ടിന്റെ വിചിത്ര മറുപടി. വീണ് കയ്യിൽ എല്ലിന് 2 പൊട്ടലുകൾ സംഭവിച്ച 14-കാരനെ കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. പ്ലാസ്റ്റർ അഴിച്ചപ്പോൾ കയ്യിൽ വളവ് ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ സമരം നടത്തി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ A ഷാജിയെ സമരക്കാർ ഉപരോധിച്ചു. കോന്നി മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 4 വർഷമായതേ ഉള്ളൂവെന്നും ഒരു കുഞ്ഞ് ജനിച്ചാൽ അടുത്ത ദിവസം MBBS ചേർക്കില്ലെന്നും കുട്ടികളുടെ വളർച്ച പോലെയാണ് മെഡിക്കൽ കോളേജ് എന്നും ആയിരുന്നു ചികിത്സാ പിഴവ് എന്ന ആരോപണത്തിന് ആശുപത്രി സൂപ്രണ്ടിന്റെ മറുപടി. 14-കാരന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. സ്വകാര്യ ആശുപത്രിയിൽ 14-കാരൻ വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. റിപ്പോർട്ടർ, പത്തനംതിട്ട.